2009 ശേഷം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇടതും വലതും മാറി മാറി വന്നിട്ടുള്ളൊരു സാഹചര്യമാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലും ലോക്സഭാ മണ്ഡലത്തിലുമുള്ളത്. അത്തരത്തിൽ ഈ ഒരു മണ്ഡലം, ലോക്സഭാ മണ്ഡലം പ്രത്യേകിച്ച് എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വികസന മുരടിപ്പാണോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ? അല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകേണ്ടിയിരുന്ന കയർ മേഖല അപ്പാടെ പൂട്ടിക്കെട്ടി. അപ്പോൾ നമുക്ക് കേരന്തിങ്ങും കേരള നാട് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അഭിമാനിച്ചിരുന്ന കേരളത്തിൽ തേങ്ങയുമില്ല, അതുപോലെ തന്നെ കയർ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള അസംസ്കൃത വസ്തുവുമില്ല. ഈ കൃഷിയെല്ലാം തമിഴ്നാട്ടിലേക്ക് ചേക്കേറി. ഇവിടുത്തെ കയർ മേഖലയിലെ മുതലാളിമാർ, ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പോവുകയാണ്. കാരണം അവർക്ക് അവരുടെ അസംസ്കൃത വസ്തു കിട്ടണം. അപ്പോൾ ഇവിടുത്തെ അമ്മമാർ കയർ പിരിച്ചുകൊണ്ട് ഉപജീവന മാർഗം കഴിച്ചിരുന്ന അമ്മമാരുടെ ജീവിത നിലവാരത്തെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു. ഇവർ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പരമ്പരാഗത തൊഴിലിന് വേണ്ടി നിലനിന്നിരുന്നവരാണ് എന്നാണ് വെപ്പ്, അല്ലേ? കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി, കയർ തൊഴിലാളികൾക്ക് വേണ്ടി, നെൽകർഷകർക്ക് വേണ്ടി എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുകയും പാവപ്പെട്ടവരുടെ കൂടെയാണ് എന്ന് പറയുകയും പാവപ്പെട്ടവരെ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് ഒരു പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല അധപ്പതനത്തിൽ നിൽക്കുന്ന ഒരു കാലാംശമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴയ്ക്ക് കയർ ഫാക്ടറികൾ ജീവൻ വെക്കേണ്ടതുണ്ട്. കയർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെ ഉയർത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഇവിടുത്തെ പുറക്കാട് പോലുള്ള മേഖലകളിൽ നെൽകൃഷിയുണ്ടെങ്കിൽ ആ നെൽകർഷകരുടെ അവരുടെ വിഷയം, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഒരു ബണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ബണ്ട് പൊട്ടിച്ചാടി വീഴുക, വീണ്ടും അത് കെട്ടുക, അത് വീണ്ടും പൊട്ടുക. അപ്പോൾ ശാസ്ത്രീയമായിട്ട് പോലും ഒരു മടവീഴ്ച തടയാൻ സാധിക്കാത്ത ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. കർഷകർ നെല്ല് കഷ്ടപ്പെട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുത്താൽ ഒരു റെസീറ്റ് ഊറ്റി കൊടുക്കുകയാണ്, ഒരു റെസീറ്റ് കൊടുക്കുക. ഈ റെസീറ്റ് കൊണ്ടുപോയി കർഷകനെയും കുടുംബത്തെയും ഉൾപ്പെടെ മറ്റൊരു ബാങ്കിൽ പണയം വെച്ചാലേ ഈ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ലിന് വില കിട്ടൂ എന്നുള്ള അവസ്ഥ നിലനിൽക്കുക. ആലപ്പുഴയിലെ പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ നെഞ്ചുപൊട്ടി അദ്ദേഹം കരഞ്ഞ് നിലവിളിച്ചതും പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതും ഞാനും നിങ്ങളും കണ്ടതാണ്. അപ്പം നെൽകൃഷി പ്രതീക്ഷയറ്റതായി മാറി. ഇവിടെ കടലോര പ്രദേശത്താണെങ്കിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമുണ്ട്, കടലോരത്തുള്ള മത്സ്യത്തൊഴിലാളികളുമുണ്ട്. കായൽ ഏറെ കൂടുതലുള്ള പ്രദേശമാണ് ആലപ്പുഴ. അപ്പോൾ ഈ കായലോരത്ത് ജീവിക്കുകയും ആ ഒരു ഉൾനാടൻ ഗതാഗതത്തെ, മത്സ്യ വിപണനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ നീറുന്ന പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് മത്സ്യം പിടിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ പോകാനായിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് വീണ്ടും 2000 രൂപ വേണം. അതിനിവിടുത്തെ കടം കൊടുക്കാൻ ആളുകളുണ്ട്. ആ കടം കൊടുക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങിയിട്ട് അവർ ജീവിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല ഹാർബറുകൾ ഉണ്ടാകണം. ആ ഹാർബറുകളിലൂടെ നമുക്ക് മത്സ്യത്തൊഴിലാളിക്ക് പിടിച്ച മീന് നല്ല വില കിട്ടണം. ആ വില കിട്ടുന്ന രീതിയിൽ മത്സ്യമേഖലയെ മാറ്റാൻ സാധിക്കണം. അവിടെ ഉപജീവനത്തിന് വേണ്ടി കരയുന്ന മത്സ്യത്തൊഴിലാളികളോട് കരുണ കാണിക്കാൻ സാധിക്കുന്നവർ ഡൽഹിയിൽ പോയി ഈ വിഷയങ്ങൾ ചർച്ച നടത്തണം. ഇവിടുത്തെ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് വേണ്ടി അത് ശാസ്ത്രീയമായിട്ട് കൊച്ചി, ഇപ്പോൾ അരൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ കച്ചവടങ്ങൾ നടക്കുന്നു. അവിടെ വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു. അവിടെ കൊച്ചിൻ റിഫൈനറി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമുക്ക് 50,000 കോടി രൂപയുടെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വലിയ കപ്പൽ, അതിനെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നീറ്റിലിറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അരൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഒരു വ്യവസായവുമില്ലാതെ, ഒരു പരമ്പരാഗത വ്യവസായത്തിനും നാമ്പില്ലാതെ എല്ലാം പൂട്ടിക്കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് കിഴക്കിൻ്റെ വെനീസായിട്ടുള്ള ആലപ്പുഴയ്ക്ക് ഉണ്ടായത്? അപ്പോൾ ഇവിടെ കയർ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഇല്ലാതായി. മത്സ്യത്തൊഴിലാളികളെ അവരെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഈ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ആളുകളെ അവർക്ക് എങ്ങനെ കൂടുതൽ അവരുടെ ബിസിനസ് സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം, അവർക്ക് കൂടുതൽ ആ സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് തൊഴിൽ ദിനങ്ങൾ കൂടുതൽ കിട്ടുന്നത്. അങ്ങനെ തൊഴിൽ ദിനങ്ങൾ കൂടുതൽ കിട്ടുന്ന സമയത്ത് പീലിംഗ് ഫാക്ടറികളിൽ വരെ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എല്ലാ മേഖലയിലും തളർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ദരിദ്രമായിട്ടുള്ള പ്രദേശമാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം. ആ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിനെ പുരോഗതിയിലേക്ക് എത്തിക്കണം. ഇവിടുത്തെ വലിയ കൊള്ളക്കാർ, അതായത് ആലപ്പുഴയുടെ തീരദേശത്തെക്കുറിച്ച് സ്വപ്നമില്ലാതെ, ചിന്തയില്ലാതെ, അവിടുത്തെ മനുഷ്യരുടെ ജീവിത നിലവാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കരിമണൽ കർത്തയോ മൈനിങ്ങിൻ്റെ മന്ത്രിയായിരുന്ന ശിശ്രാമോലയുടെ കുടുംബക്കാരോ, ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹമായിരുന്നു അഴിമതിക്ക് നേതൃത്വം കൊടുത്തത്. അത് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. ആ കുടുംബമോ KC വേണുഗോപാലിൻ്റെ പാർട്ട്ണർമാരോ എല്ലാവരും ചേർന്ന് കോടാനുകോടി രൂപ ഈ ആലപ്പുഴയുടെ തീരത്തു നിന്ന് കളവ് നടത്തി കൊണ്ടുപോയാൽ മതിയോ? ഇവിടുത്തെ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ? നമ്മുടെ മണലിന് വില എന്താണ്? കരിമണലിൻ്റെ ഒരു കിലോ കരിമണലിൻ്റെ വില എന്താണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണം ജനങ്ങളോട്. ലോക വിപണിയിൽ നമ്മുടെ കരിമണലിൻ്റെ വില എന്താണ്? 150 രൂപയ്ക്ക് കരിമണൽ കർത്തയ്ക്ക് എന്തടിസ്ഥാനത്തിലാണ് ഈ കരിമണൽ കൊടുക്കുന്നത്?
ഇത് പറയണം, കേരളത്തിലെ ജനങ്ങൾക്കറിയണം. ഇതെനിക്കും നിങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും അവകാശപ്പെട്ട വലിയ സ്വത്താണ്. ഈ സ്വത്താണ് ചില വ്യക്തികളുടെ മാത്രം താല്പര്യത്തിന് വേണ്ടി അവരുടെ പണപ്പെട്ടിയിലേക്ക് പോകുന്നതെങ്കിൽ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി അത്തരത്തിലുള്ള വലിയ കൊള്ളക്കെതിരെ നിലനിൽക്കാത്തതുകൊണ്ടാണ്. അവരുടെ മുഖ്യമന്ത്രി, അവരുടെ വിജിലൻസ്, അവരുടെ പോലീസ് ഇവരെല്ലാം ഉണ്ടായിട്ടും ഈ വലിയ വലിയ അഴിമതിക്കാർ എങ്ങനെയാണ് ആലപ്പുഴയിൽ വളരുന്നത്? ആ അഴിമതിക്കാർ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകളുടെ കുട്ടിക്ക് പാല് കുടിക്കാൻ വേണ്ടിയിട്ട്, ഒരു തൊഴുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ ചിലവാക്കുന്നു. നീന്തൽ കുളത്തിന് വേണ്ടിയിട്ട് 25 ലക്ഷം. ലിഫ്റ്റ് കയറിയിട്ട് രണ്ടാമത്തെ നിലയിൽ അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ, അന്നും ഉണ്ടായിരുന്നല്ലോ 2 നില വീട്. രണ്ടാമത്തെ നിലയിലേക്ക് കയറാൻ വയ്യെങ്കിൽ ഒന്നാമത്തെ നിലയിൽ ജീവിക്കണം. കാരണം 25 ലക്ഷം രൂപ അവിടെ കൊടുക്കുമ്പോൾ മറിയച്ചെടുത്തിയെ പോലെ പെൻഷൻ കിട്ടാത്ത ആളുകൾ കേരളത്തിൻ്റെ ഈ ഭൂമിയിൽ കിടന്നുകൊണ്ട് അവർ കരയുകയാണ്. 9 മാസക്കാലമായി ആളുകൾക്ക് പെൻഷൻ കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസം കൊടുത്തു. കണ്ണിൽ പൊടിയിടാനാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അമ്മായി, ചേട്ടാ, ചേച്ചി എന്നൊക്കെ വിളിച്ച് 1 മാസത്തെ പെൻഷനും കൊടുത്ത് നാളെ ബാക്കി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പാവങ്ങളെ പറ്റിക്കുകയല്ലേ? എന്തിനാണ് ഇവിടെ വില വർദ്ധിപ്പിക്കാത്തത്? വെള്ളക്കരം കൂട്ടിയില്ലേ? വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചില്ലേ? കെട്ടിട നികുതി വർദ്ധിപ്പിച്ചില്ലേ? KSRTCയിൽ പൈസ കൂട്ടിയില്ലേ? എന്താണ് ഇവിടുത്തെ ജനങ്ങൾ എന്താ തെറ്റ് ചെയ്തത്? ഈ ജനങ്ങൾ എല്ലാ മേഖലയിലും അവരുടെ ജീവിത നിലവാരത്തെ നിലനിർത്താൻ വേണ്ടി അവർ ഗവൺമെന്റിലേക്ക് ഇത്രയും കോടികൾ പൈസ അടച്ചിട്ട് എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിന് ജനങ്ങളെ നന്നായി നോക്കാൻ സാധിക്കുന്നില്ല? ഈ ചോദ്യം ചർച്ച ചെയ്യപ്പെടണ്ടേ? ശ്രീലങ്കയെ പോലെ, പാകിസ്ഥാനെ പോലെ ഏറ്റവും പിറകോട്ട് സാമ്പത്തിക മേഖലയിലേക്ക് ഈ കൊച്ചു സംസ്ഥാനം പോയാൽ അത് മതിയോ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും പിന്തള്ളപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഈ കേരളം. അപ്പോൾ ഇത് മാറണ്ടേ എന്നുള്ളതാണ് ചോദ്യം. ഈ കാര്യങ്ങളെല്ലാം തന്നെ പാർലമെന്റിൽ ചെന്ന് മോദിജിയോടൊപ്പം ഇരുന്ന് പറയാൻ അദ്ദേഹത്തിനും പരിചയമുള്ള പേരെടുത്ത് തന്നെ വിളിക്കാൻ സാധിക്കുന്ന ഒരാൾ ബഹുഭൂരിപക്ഷം വോട്ടുകൾ നേടിക്കൊണ്ട് ഇവിടെ നിന്ന് വിജയിക്കണം. അങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഹോദരന്മാർ തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ത്രികോണ മത്സരത്തിലില്ല, ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി എങ്ങനെയാണ് വാർത്ത ചെയ്യുന്നത്? ഇവിടെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യട്ടെ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ്, ഇത്തവണ ഞങ്ങളുടെ ശോഭയെയാണ് ഞങ്ങൾ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുന്നത്. അത് പ്രധാനമന്ത്രിയോടൊപ്പം ഇരിക്കാനാണ്. അവിടുത്തെ ക്യാബിനറ്റ് മിനിസ്റ്ററെ ശോഭയ്ക്ക് പരിചയമുണ്ട്. ഞങ്ങളുടെ ആവലാതികളും പരാധീനതകളും കേൾക്കാൻ ശോഭ തയ്യാറാകും എന്ന് പറയുന്ന ഒരു വലിയ ജനാവലി, അത് കടലോരത്താകട്ടെ, അല്ലെങ്കിൽ കാർഷിക മേഖലയിലാവട്ടെ, പൊതുനിരത്തിലാകട്ടെ, ആശുപത്രിയിലേക്ക് പാവങ്ങൾ പോകുന്ന ആ ഇടങ്ങളിലാകട്ടെ, എല്ലായിടത്തും പറയുമ്പോൾ ഞങ്ങൾ മോദിക്കാണ് ഇത്തവണ വോട്ട് കൊടുക്കുന്നത്, മോദി വിശ്വസിക്കുന്ന BJPക്കാണ്, NDAക്കാണ് എന്ന് പറയുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢതന്ത്രം ഇവിടെ എന്തിനാ മെനയുന്നത്?